ഹലോ ഹലോ ഫ്രണ്ട്സ്. അപ്പം ഞാനിന്നിവിടെ കുറച്ച് ബുക്സുമായിട്ടാണ് വന്നത്. പുതിയ ബുക്സാണേ, എക്സാമൊക്കെ കഴിഞ്ഞു. അപ്പോൾ കുറച്ച് ബുക്സൊക്കെ വാങ്ങിക്കുന്നുണ്ട് കേട്ടോ. ആദ്യത്തത് നസറുദ്ദീൻ മുല്ലായും 101 നർമ്മകഥകളുമാണ്. ഇത് നല്ല കോമഡിയാണ് കേട്ടോ. ABV കാവൽപ്പാടിയിലാണേ. കുഞ്ഞു ബുക്കാണ്, പക്ഷെ കുറേ ഉണ്ട് കേട്ടോ. ഷോർട്ട് സ്റ്റോറീസാണ്. ഇത്തിരി ഉള്ളൂ അതൊക്കെ. ഇത് ഒരു ഇംഗ്ലീഷ് ബുക്കാണ് കേട്ടോ. ചീസ് എക്സ്പെരിമെൻ്റ് ആണ്. ജെറോമി സ്റ്റില്ലിൻ്റെ ആണ് കേട്ടോ. പിന്നെതാ നമ്മുടെ ബഷീർ എഴുതിയാണ്. ജുപ്പുപ്പാക്കറാണ് എൻ്റെ അത് കേട്ടോ. നല്ല കോമഡി ബുക്കാണ് കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. അടുത്തത് റിയാൻ്റെ കിണറാണ്. ഇത് എഴുതിയത് അബ്ദുള്ളക്കുട്ടി എടവണ്ണയാണ് കേട്ടോ. ഇത് ജലത്തിനായി ഒറ്റയ്ക്ക് പോരാടിയ ഒരു കുട്ടിയുടെ അസാധാരണ ജീവിത കഥയാണ്. ഇത് റയാൻ എന്ന് പറഞ്ഞൊരു കുട്ടിയുടെ കഥയാണ് കേട്ടോ. അവനൊരു ആഫ്രിക്കയിൽ കിണറൊക്കെ കുഴിച്ചു, ആ ഒരു കഥയാണിത്. പിന്നെ ഇത് ഞാൻ വായിച്ചിട്ടില്ല കേട്ടോ ഗൈസ്. ഡൗൺ ആൻഡ് ഡൗൺ അണ്ടർ ഔട്ട് ഉണ്ട് കേട്ടോ അതിൻ്റെ ഇടയ്ക്ക്. എൻ്റെ ഏട്ടൻ വാങ്ങിക്കുന്നതാണേ. ഇതും ചെറുതാണ് മുസ്ലിം കേട്ടോ. പിന്നെ ഇതാ നമ്മുടെ മലാല യൂസഫ്സായിൻ്റെ മലാല മനോബലത്തിൻ്റെ മുൻകാക്ഷരം. ഇത് ഹക്കീം വെളിയത്ത് എഴുതിയാണേ. അവളുടെ ജീവിത കഥയാണ് കേട്ടോ ഇത്. പിന്നെതാ ദ ലിറ്റിൽ ടോയ് ഏഞ്ചൽ ആൻഡ് അതർ സ്റ്റോറീസ്. നല്ല സൂപ്പർ കഥയാണ് കേട്ടോ. ജൂഡ് ബ്ലിക്ടൺ എഴുതിയാണ്. പിന്നെ ഇതാ നമ്മുടെ ഈ അടുത്ത് അന്തരിച്ച നമ്മുടെ പ്രശസ്ത കഥാകാരൻ MD വാസുദേവൻ നായരുടെ കളിവീട് എന്ന പുസ്തകമാണ്. ഞാൻ വായിച്ചു കഴിഞ്ഞിട്ടോ. നല്ല ബുക്കാണ് കേട്ടോ. പിന്നെ അത് SK പൊറ്റക്കാടിൻ്റെ ആണ്. യൂറോപ്പിലൂടെ SK പൊറ്റക്കാടിലാണ്. അവർ മൂവരും ഒരു മഴവില്ലും. ഇത് രഘുനാഥ് പലേരി എഴുതിയാണ്. പിന്നെ ഇതാ എൻചാൻറ്റഡ് ചാംസ്. നല്ല രസമുണ്ട് കേട്ടോ ഇത് വായിക്കാൻ. ഇതും ചെറുകൊണ്ട് തന്നെയാണ് കേട്ടോ. പിന്നെ ഹൊറിസോണ്ടലിൻ്റെ ഫാക്ട് ബുക്ക് സ്പേസ്. ഹൊറിസോണ്ടൽ സ്പേസ് ആണ്. ഇതിൽ കുറേ ഫാക്ട്സ് അടങ്ങിയിട്ടുണ്ട്. നല്ല കോമഡി പുസ്തകമാണ്. ഹൊറിസോണ്ടൽ ഇത് ഫസ്റ്റത്തെ കഥയാണ്. ഞാൻ വായിച്ചു. പിന്നെ ഇത് ചീസ് എക്സ്പെരിമെൻറ്റ്. ഇത് ജെറോണിമോ സ്റ്റില്ലിൻ എന്തോ ചീസ് എക്സ്പെരിമെൻറ്റ് നടത്തിയതാണ്. ജെറോണിമോ സ്റ്റില്ലിൻസ് ഉണ്ട്, കുറേ ഉണ്ട്. പിന്നെ അത്രയുണ്ട്. ബൈ. ഹലോ ഫ്രണ്ട്സ്, ഞാൻ ഇവിടെ വന്നിരിക്കുന്ന ഒരു ബുക്കിൻ്റെ റിവ്യൂ ആയിട്ടാണ് കേട്ടോ. ഇത് മലാല യൂസഫ്സായിനെ കുറിച്ചുള്ള ബുക്കാണ്. ഹക്കീം വെളിയത്താണ് ഇത് എഴുതിയത്. അവൾ ജനിച്ചത് പാകിസ്ഥാനിലെ സ്വാത്ത് താഴ്വാരയിലാണ്. ഇപ്പം ബ്രിട്ടനിലാണ് താമസം. അവളും കുടുംബവും ബ്രിട്ടനിൽ തന്നെയാണ് താമസം കേട്ടോ. 16-ാം വയസ്സിൽ നോബൽ പ്രൈസ് നേടിയിട്ടുണ്ട്. 2014 നോബൽ പ്രൈസ് കിട്ടിയിട്ടുണ്ട് കേട്ടോ. പെൺകുട്ടികളുടെ വിദ്യാഭ്യാസത്തിനു വേണ്ടി പോരാടിയ ഒരാളാണ് മലാല യൂസഫ്സായി. ഇപ്പോൾ മലാല യൂസഫ്സായും കുടുംബവും ബ്രിട്ടനിലാണ് ഉള്ളത്. വെടിയുണ്ടേറ്റ് മരണത്തിൻ്റെ വക്കിൽ നിന്നും കരകയറി വന്ന ഒരാളാണ് മലാല. പെൺകുട്ടികളുടെ വിദ്യാഭ്യാസത്തിനും വേണ്ടി നന്നായിട്ട് അവൾ പൊരുതി